ഡിവൈൻ വ്ളോഗ്സ് വിത്ത് ഇന്ദുവിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്രത്തിൻ്റെ 125 ശ്ലോകങ്ങൾ വരെ നമ്മൾ കണ്ടുകഴിഞ്ഞു. ഇനി 126 ശ്ലോകം മുതലൊന്ന് നോക്കാം. ഓം ശ്രീ മഹാദേവേ നമഃ. ത്രക്ഷരി ദിവ്യഗന്ധാഢ്യ സിന്ദൂര തിലകാഞ്ചിത. ത്രക്ഷരി അതായത് 3 അക്ഷരങ്ങളുള്ള മന്ത്രസ്വരൂപിണിയായ ദേവി. ഇവിടെ പഞ്ചദശി മന്ത്രത്തിലെ 3 വിഭാഗങ്ങളുടെ ബീജങ്ങളെയാണ് ഈ 3 അക്ഷരങ്ങൾ എന്ന് പറയുന്നത്. അതായത് വാഗ്ഭവകൂടത്തിൻ്റെ ദേവതയായ ജ്ഞാനശക്തിയായ വാഗീശ്വരി, പിന്നെ മധ്യകൂടം അഥവാ കാമരാജകൂടത്തിൻ്റെ ക്രിയാശക്തിയായ കാമദായിനി, പിന്നെ ശക്തികൂടത്തിൻ്റെ ഇച്ഛാശക്തിയായ ശിവരൂപിണി അഥവാ പരാശക്തി. ഈ 3 വിഭാഗങ്ങളുടെ ബീജങ്ങളെയാണ് 3 അക്ഷരമുള്ള മന്ത്രസ്വരൂപിണിയായ ദേവി ത്രക്ഷരി എന്ന് പറയുന്നത്. ദിവ്യഗന്ധാഢ്യ അതായത് ദിവ്യ സുഗന്ധത്താൽ അലംകൃതയായ ദേവി. സിന്ദൂര തിലകാഞ്ചിത, സിന്ദൂര തിലക അഞ്ചിത അതായത് സിന്ദൂര പൊട്ടണിഞ്ഞ ശോഭിച്ചിരിക്കുന്ന ദേവി. അതാണ് ത്രക്ഷരി ദിവ്യഗന്ധാഢ്യ സിന്ദൂര തിലകാഞ്ചിത. അടുത്തത് ഉമാ ശൈലേന്ദ്രതനയ ഗൗരി ഗന്ധർവ സേവിത. ഉമാ അതായത് പാർവതീദേവി, പാർവതീദേവിയായിരിക്കുന്നതും ലളിതാ പരമേശ്വരിയാണ്. ശൈലേന്ദ്രതനയ അതായത് ശൈലേന്ദ്രൻ പർവ്വതരാജനായ ഹിമവാന്റെ പുത്രിയായ ദേവി. ഇതും പാർവതീദേവിയെക്കുറിച്ചാണ് പറയുന്നത്. ഗൗരി അതായത് ഗൗരവർണ്ണമുള്ള ദേവി. പാർവതീദേവിക്ക് വെളുത്ത നിറം സ്വർണ്ണവർണ്ണം ആണ് എന്നാണ് പറയുന്നത്. അതാണ് ഗൗരി. ഗന്ധർവ സേവിത ഗന്ധർവന്മാരാൽ സേവിക്കപ്പെടുന്ന ദേവി. ഉമാ ശൈലേന്ദ്രതനയ ഗൗരി ഗന്ധർവ സേവിത. അടുത്തത് വിശ്വഗർഭ സ്വർണഗർഭ വരദ വാഗധീശ്വരി. വിശ്വഗർഭ അതായത് വിശ്വത്തെ അതായത് പ്രപഞ്ചത്തെ തൻ്റെ ഉള്ളിൽ ധരിച്ചിരിക്കുന്ന ദേവി. അതായത് ദേവിയുടെ ഉദരത്തിൽ നിന്നാണ് പ്രപഞ്ചം ഉണ്ടായത് എന്ന് പറയുന്നു. അതാണ് വിശ്വഗർഭ. സ്വർണഗർഭ അതായത് സ്വർണഗർഭം ഇവിടെ ഹിരണ്യഗർഭയായ ദേവി. അതാണ് പറയുന്നത് സൃഷ്ടിയിൽ ബ്രഹ്മത്തിൽ നിന്നും ആദ്യം വ്യക്തമാവുന്ന വിശ്വപ്രാണനെയാണ് ഹിരണ്യഗർഭൻ എന്ന് പറയുന്നത്. അതാണ് സ്വർണഗർഭ. അവരദ, അവരദ എന്ന് വെച്ചാൽ അവരന്മാർ എന്ന് വെച്ചാൽ പാപികൾ. അവരദ എന്ന് വെച്ചാൽ പാപികളെ അതായത് പാപാത്മാക്കളെ നശിപ്പിക്കുന്ന ദേവി. അതാണ് അവരദ. വാഗധീശ്വരി അതായത് വാക്കിൻ്റെ അതിദേവതയായ ദേവി. അതായത് സരസ്വതീ ദേവിയാണ് ഇവിടെ പറയുന്നത്. സരസ്വതീ ദേവിയും ലളിതാ പരമേശ്വരി ദേവി തന്നെയാണ്. അതാണ് വിശ്വഗർഭ, സ്വർണഗർഭ, അവരദ, വാഗധീശ്വരി. അടുത്തത് ധ്യാനഗമ്യ പരിച്ഛേദ്യ ജ്ഞാനദ ജ്ഞാനവിഗ്രഹ. ധ്യാനഗമ്യ അതായത് ധ്യാനത്താൽ പ്രാപിക്കേണ്ടവളായ ദേവി. ധ്യാനം കൊണ്ട് ദേവിയെ സാക്ഷാത്കരിക്കാൻ സാധ്യമാവുന്നു എന്ന് പറയുന്നു. അപരിച്ഛേദ്യ, അപരിച്ഛേദ്യ അതായത് ദേശകാലാദികളാൽ പരിച്ഛേദിക്കാൻ ആവാത്ത ദേവി. അതായത് ദേവി അനന്തവും അനാദിയുമായ ആത്മതത്വമാണ്. അതാണ് അപരിച്ഛേദ്യ. ജ്ഞാനദ അതായത് ജ്ഞാനം നൽകുന്ന ദേവി. മോക്ഷലബ്ധിക്കുള്ള അജ്ഞാനമാർഗം കാണിക്കുന്ന ദേവി. അതായത് ഭേദബുദ്ധി ഉളവാക്കുന്ന അജ്ഞാനത്തെ ദേവി നശിപ്പിക്കുന്നു, ആത്മജ്ഞാനത്തെ പ്രദാനം ചെയ്യുന്നു. അതാണ് ജ്ഞാനദ. ജ്ഞാനവിഗ്രഹ, ജ്ഞാനവിഗ്രഹ എന്ന് വെച്ചാൽ ജ്ഞാനം തന്നെ ശരീരം സ്വീകരിച്ച ദേവി. അതാണ് ജ്ഞാനവിഗ്രഹ. ജ്ഞാനസ്വരൂപിണി അതിനെയാണ് ജ്ഞാനവിഗ്രഹ എന്ന് പറയുന്നത്.
ധ്യാനഗമ്യ അപരിച്ഛേദ്യ ജ്ഞാനദ ജ്ഞാനവിഗ്രഹ. അടുത്തത് സർവവേദാന്ത സംവേദ്യ സത്യാനന്ദസ്വരൂപിണി. സർവവേദാന്ത സംവേദ്യ, അതായത് വേദാന്തങ്ങളാൽ അറിയപ്പെടേണ്ടവളായ ദേവി. വേദാന്തങ്ങൾ എന്ന് വെച്ചാൽ ഉപനിഷത്തുകൾ, ആത്മതത്വം പ്രതിപാദിക്കുന്ന ഉപനിഷത്തുകളാണ് വേദാന്തം. അതായത് വേദാന്തം പഠിച്ച് അറിയേണ്ടതായ ആത്മതത്വം അഥവാ ബ്രഹ്മതത്വം തന്നെയാണ് ദേവി എന്ന് പറയുന്നു. അതാണ് സർവവേദാന്ത സംവേദ്യ സത്യാനന്ദസ്വരൂപിണി. സത്യവും ആനന്ദവും സ്വരൂപമായ ദേവി, അതാണ് സത്യാനന്ദസ്വരൂപിണി. സർവവേദാന്ത സംവേദ്യ സത്യാനന്ദസ്വരൂപിണി. അടുത്തത് ലോപാമുദ്രാർച്ചിത ലീലാക്ലിപ്ത ബ്രഹ്മാണ്ഡ മണ്ഡല. ലോപാമുദ്രാർച്ചിത, അതായത് ലോപാമുദ്രയാൽ പൂജിക്കപ്പെട്ട ദേവി. അതായത് ശ്രീവിദ്യയുടെ ഉപാസകരിൽ ഒരാളാണ് ലോപാമുദ്ര എന്ന അഗസ്ത്യ പത്നിയായ ലോപാമുദ്ര. ആ ലോപാമുദ്രയാൽ പൂജിക്കപ്പെട്ട ദേവി, അതാണ് ലോപാമുദ്രാർച്ചിത. ലീലാക്ലിപ്ത ബ്രഹ്മാണ്ഡ മണ്ഡല, അതായത് ബ്രഹ്മാണ്ഡ മണ്ഡലങ്ങളെ ലീലയാൽ സൃഷ്ടിക്കുന്ന ദേവി. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുക എന്നത്, ഈ കോടി ബ്രഹ്മാണ്ഡങ്ങളെ സൃഷ്ടിക്കുക എന്നത് ദേവിക്ക് വളരെ അനായാസമായ കാര്യമാണ്. അത് അനായാസമാണ് എന്ന് മാത്രമല്ല, അത് വെറും ലീലയായിട്ടാണ് ദേവി അതിനെ കാണുന്നത്. അതാണ് ലീലാക്ലിപ്ത ബ്രഹ്മാണ്ഡ മണ്ഡല. അദൃശ്യ ദൃശ്യരഹിത വിജ്ഞാത്രി വേദ്യവർജിത. അദൃശ്യയായ ദേവി. നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ടോ മനസ്സുകൾ കൊണ്ടോ ദേവിയെ കാണാനാവില്ല. സൂക്ഷ്മ ബുദ്ധി ഒന്നുകൊണ്ട് മാത്രമേ അതിനെ ഗ്രഹിക്കാൻ സാധിക്കൂ. അതിനെയാണ് അദൃശ്യ. ദൃശ്യരഹിത, അതായത് കാണപ്പെടുന്ന വസ്തുക്കൾക്കും അതീതമാണ് ദേവി. നമ്മുടെ കൺമുന്നിൽ നമുക്ക് കാണാൻ പറ്റില്ല. നമ്മുടെ ഉള്ളിലിരുന്ന കാഴ്ചകൾ കാണിച്ചു തരുന്നത് ദേവി തന്നെയാണ്. അതുകൊണ്ടാണ് നമുക്ക് കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കില്ല എന്ന് പറയുന്ന ദൃശ്യരഹിത. വിജ്ഞാത്രി, അതായത് അറിയുന്നവളായ ദേവി. ബ്രഹ്മജ്ഞാനം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായ ദേവി. എല്ലാ അറിവിനും അടിസ്ഥാനമായും സാക്ഷിയായും വർത്തിക്കുന്ന ശുദ്ധബോധം തന്നെയാണ് ദേവി. അതാണ് വിജ്ഞാത്രി. വേദ്യവർജിത, അതായത് അറിയേണ്ടവയ്ക്കെല്ലാം അതീതയായ ദേവി. ദേവിക്ക് അറിയേണ്ടതായി മറ്റൊന്നുമില്ല. അതാണ് വേദ്യവർജിത. അപ്പോൾ അദൃശ്യ, ദൃശ്യരഹിത, വിജ്ഞാത്രി, വേദ്യവർജിത. അടുത്തത് യോഗിനി യോഗദ യോഗ്യ യോഗാനന്ദ യുഗന്ധര. യോഗിനിയായ ദേവി, അതായത് ബ്രഹ്മവുമായി, അതായത് മഹാകാമേശ്വരനുമായി ബന്ധം ഒരുമിച്ചിരുന്ന് ആ യോഗം എന്ന് വെച്ചാൽ ആ ബന്ധമാണ്. അത് ഉള്ളതുകൊണ്ട് ആണ് ദേവിയെ യോഗിനി എന്ന് പറയുന്നത്. അങ്ങനെ ആ അവസ്ഥ, ആ യോഗാവസ്ഥ മറ്റുള്ളവർക്കും നൽകുന്നു ദേവി. അതാണ് യോഗിനി. യോഗദ എന്ന് വെച്ചാൽ ആ യോഗം നൽകുന്ന ദേവി. ദേവി പ്രസാദം നമുക്കുണ്ടെങ്കിൽ ആ ദേവിയുമായി കൂടുതൽ അടുക്കാൻ സാധിക്കും. യോഗ്യ എന്ന് വെച്ചാൽ യോഗ അനുഷ്ഠാനത്താൽ അറിയേണ്ടവളായ ദേവി. നമ്മുടെ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും നിരോധിച്ച് ജീവാത്മാ പരമാത്മാ ഐക്യം അനുഭവിക്കലാണ് യോഗം എന്ന് പറയുന്നത്. ആ യോഗത്താൽ നമുക്ക് സംസാര ദുഃഖത്തിൽ നിന്നും ആത്യന്തികമായ മോചനം ലഭിക്കുന്നു. യോഗങ്ങൾ എന്ന് പറയുന്നത് 4 വിധമാണ്. മന്ത്രയോഗം, ലയയോഗം, ഹഠയോഗം, രാജയോഗം എന്ന് 4 വിധത്തിലാണ് ഉള്ളത്. അങ്ങനെ യോഗാനുഷ്ഠാനത്താൽ അറിയേണ്ടവളായ ദേവി യോഗ്യ. യോഗാനന്ദ, അങ്ങനെയുള്ള യോഗത്താൽ ആനന്ദം അനുഭവിക്കുന്ന ദേവി. അതാണ് യോഗാനന്ദ. യുഗന്ധര, യുഗത്തെ ധരിക്കുന്നവൾ, അതായത് പ്രപഞ്ചഭാരം വഹിക്കുന്ന ദേവി. ഈ 4 യുഗങ്ങളെയും ദേവിയാണ് ധരിക്കുന്നത്. കൃതയുഗം തുടങ്ങിയ യുഗങ്ങളെ നയിക്കുന്നതും ദേവി തന്നെയാണ്. അതാണ് യുഗന്ധര. അപ്പോൾ യോഗിനി, യോഗദ, യോഗ്യ, യോഗാനന്ദ, യുഗന്ധര. ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി സ്വരൂപിണി. ഇച്ഛ,
ജ്ഞാനം, ക്രിയ എന്നീ ശക്തികളായി വർത്തിക്കുന്നത് ദേവി തന്നെയാണ്. അതായത് എന്ത് സൃഷ്ടി നടക്കണമെങ്കിലും ഈ ശക്തി കൂടിയേ തീരൂ. പിന്നെ നമ്മുടെ സാധാരണ ജീവിതത്തിലും ഈ 3 ശക്തികളും ആവശ്യമുണ്ട്. ജീവിത വിജയത്തിന് ഈ ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി കൂടിയേ തീരൂ. അതാണ് ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി സ്വരൂപിണി. അടുത്തത് സർവാധാര സുപ്രതിഷ്ഠ സദസദ്രൂപധാരിണി. സർവാധാര എല്ലാത്തിനും ആധാരമായ ദേവി. സുപ്രതിഷ്ഠ, സുപ്രതിഷ്ഠ എന്നാൽ ശോഭനമായ നിലനിൽപ്പ് ഉള്ളവൾ എന്നർത്ഥം. ഈ പ്രപഞ്ചത്തിൽ നല്ല പ്രതിഷ്ഠയോടെ ഉറപ്പോടെ നിലനിൽക്കുന്നത് ദേവി മാത്രമാണ്. അതാണ് സുപ്രതിഷ്ഠ. സത് അസത് രൂപധാരിണി, അതായത് സത്തായും അസത്തായും ഉള്ള രൂപങ്ങൾ ധരിക്കുന്ന ദേവി. സത്തെന്ന് വെച്ചാൽ ചൈതന്യം, അസത്തെന്ന് വെച്ചാൽ ജഡം. അതാണ് ഈ രണ്ടിനെയും ധരിക്കുന്നത് ദേവി തന്നെയാണ് എന്നാണ് പറയുന്നത്. അതാണ് സദസത് രൂപധാരിണി. സർവാധാര സുപ്രതിഷ്ഠ സദസത് രൂപധാരിണി. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. എല്ലാവർക്കും കുറച്ചെങ്കിലും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. പരാശക്തിയായ ജഗദംബികയുടെ അനുഗ്രഹം ഏവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരിയം.